പതിനായിരക്കണക്കിന് തീർത്ഥാടകരാണ് ഓരോ ദിവസവും ശബരിമലയിലെത്തുന്നത്. 18-ാം പടിക്ക് മുന്നിൽ ഭക്തർ എറിഞ്ഞുടയ്ക്കുന്ന നാളികേരം പിന്നെ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാമോ? എവിടേക്കായിരിക്കും പോകുന്നത്? ആ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കരിമല കയറി സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർ ഇവിടെ തേങ്ങയുടച്ച ശേഷമാണ് 18-ാം പടി കയറി അയ്യപ്പനെ കാണുന്നത്. ഇങ്ങനെ എത്തുന്ന തീർത്ഥാടകർ എറിഞ്ഞുടയ്ക്കുന്ന തേങ്ങകൾ സന്നിധാനത്ത് നിന്ന് എവിടേക്കാണ് പോകുന്നത്? ശരണം വിളികളോടെ നാളികേരം എറിഞ്ഞുടച്ചാണ് തീർത്ഥാടകർ 18-ാം പടി കയറുന്നത്. കല്ലിൽ പതിച്ച് താഴേക്ക് വീഴുന്ന നാളികേരം നേരെ പോകുന്നത് തുരങ്കപാതയിലേക്കാണ്. തുരങ്കപാത വഴി തൊഴിലാളികൾ നാളികേരം കുട്ടയിലാക്കി കൊണ്ടുപോകും. അത് ചെന്നെത്തുന്നത് സന്നിധാനത്തെ സ്ഥിരം കാഴ്ചകളിൽ നിന്നു മാറി മറ്റൊരു ലോകത്താണ്, കൊപ്രാക്കളം. പതിനെട്ടാം പടിക്ക് താഴെ നിന്നും ശേഖരിക്കുന്ന നാളികേരം ആദ്യം കൊപ്രാക്കളത്തിലെ ഷെഡിലേക്ക് മാറ്റും. താഴെ ചിരട്ട കത്തിച്ച് ചൂടാക്കിയ ശേഷം പുറത്തെടുത്ത ചിരട്ട ഒഴിവാക്കും. അക്സരടിക്കുന്ന തേങ്ങ നമ്മൾ ആളെ വിട്ട് എടുപ്പിക്കുക, ഒരു അണ്ടർപാസ് ചൊല്ലും, അതുവഴി കോരി ഇവിടെ ചേര കൊടുക്കും. ചേരയെന്ന് അത് പിറ്റേ ദിവസം, അതായത് 3 തീ കൊടുത്തിട്ട് അത് ഇറക്കും. ഇറക്കി കഴിഞ്ഞാൽ അത് ഇളക്കാൻ കൊടുക്കും ജോലിക്കാർക്ക്. അതിനുശേഷം അത് ഡ്രയറെ കൊടുക്കും. അപ്പോൾ ഒരു 48 മണിക്കൂറിനുള്ളിൽ അത് പാസ്സായിട്ട് കൊപ്രായിട്ട് കിട്ടും. ചിരട്ട വേർപെടുത്തിയ നാളികേരം നേരെ പോകുന്നത് ബോർമയിലേക്കാണ്. അവിടുന്ന് കൊപ്ര കൊണ്ടുവന്ന് ഇവിടെ ബോർമയിൽ കയറ്റിയിട്ട് പിന്നെ ചൂട് കൊടുത്ത് പാസ്സാക്കി എടുക്കുന്നു. അതായത് ഒറിജിനൽ കൊപ്ര ആയിട്ട് മാറുന്നത് ഇതിൽ ട്രയറിൽ കയറിയാണ്. ചിരട്ടയിട്ടാണ് തീ കത്തിക്കുന്നത്. ട്രയറിനകത്ത് തീയിട്ടിട്ട് ചൂട് എയർ അടിച്ച് കയറി കോർമ പാസ്സാക്കി എടുക്കുന്നു. 48 മണിക്കൂർ കൊണ്ട് നാളികേരം കൊപ്രയായി മാറും. ട്രാക്ടറിൽ കയറ്റി പമ്പയിലേക്ക് എത്തുന്ന കൊപ്ര ലോറിയിൽ കരാറെടുത്ത കർണാടകയിലെ കമ്പനിയിലേക്ക് പോകും. GST ഉൾപ്പെടെ 12 കോടിയോളം രൂപയാണ് ഒരു വർഷത്തെ കരാർ തുക. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ സിറിൽ ഡി ലെസ്ലിക്കൊപ്പം MG പ്രതീഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.